എൻ്റെ കണ്ണനെ കാണാൻ വന്നതാട്ടോ. അതെ, അത് തന്നെ, ഗുരുവായൂർ വന്നതാട്ടോ എൻ്റെ കണ്ണനെ കാണാനായിട്ട്. എന്നെ ഞാനാക്കിയ എൻ്റെ ഗുരുവായൂരപ്പൻ്റെ നടയിൽ. ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും ഇവിടെ വന്നാൽ കിട്ടുന്ന സന്തോഷം എനിക്ക് വേറെ ഒരിടത്ത് പോയാലും കിട്ടത്തില്ല. അതുപോലെ തന്നെ ഇവിടെ എത്ര വന്നാലും മതിയാവത്തുമില്ല കേട്ടോ. എല്ലാ വർഷവും കണ്ണനെ കാണാൻ മുടങ്ങാതെ വരുന്നുണ്ട്. പക്ഷെ ഇപ്രാവശ്യം എന്തൊക്കെയോ തടസ്സങ്ങൾ വന്നു കേട്ടോ. കണ്ണൻ വിചാരിച്ചു നീ എന്നെ ഇപ്പം അങ്ങനെ കാണണ്ടാന്ന്. പക്ഷെ ആ തടസ്സങ്ങളെല്ലാം മാറ്റി വെച്ചു ഞാൻ എൻ്റെ കണ്ണനെ കൺകുളിർക്കെ കണ്ടു കേട്ടോ. കണ്ണൻ്റെ പ്രസാദമൊക്കെ വാങ്ങി ഇതേ കണ്ണൻ്റെ നടയിൽ ഇങ്ങനെ നിൽക്കുകയാണേ. സത്യം പറയാമല്ലോ, കണ്ണനെ കാണാൻ ഗുരുവായൂരേക്ക് ആരെങ്കിലും പോകണമെന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര അസൂയാണ്. അയ്യോ, എനിക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ. ചിലപ്പോൾ ഇന്ന് പോയിട്ട് ഇന്നലെ വീട്ടിൽ വന്നിട്ടേ ഉണ്ടാവുള്ളൂ. എങ്കിലും മനസ്സിനൊരു വല്ലാത്തൊരിതാണ്. എനിക്ക് എപ്പോഴും കണ്ണനെ കണ്ടുകൊണ്ടിരിക്കണം. ഇപ്പോൾ വർഷത്തിലൊരിക്കലാണ് കണ്ണനെ കാണാൻ വരുന്നത്. അത് മാസത്തിലൊരിക്കലാവണേ ഭഗവാനെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കേട്ടോ. ട്രിവാൻഡ്രത്ത് നിന്ന് ഗുരുവായൂർ വരെ വന്ന് മാസം തോറും ഗുരുവായൂരപ്പനെ കാണുക എന്നുള്ളത് ഒരു കുഞ്ഞു കാര്യമാണ്. പക്ഷേ അതിനുള്ള സമയം സന്ദർഭവും കാര്യങ്ങളും ഒന്നും ഒത്തു വരാത്തത് കൊണ്ടാണ് അത് വർഷത്തിലൊരിക്കലായിട്ട് ചുരുങ്ങിയത് കേട്ടോ. എങ്കിലും വർഷത്തിലൊരിക്കലെങ്കിലും വന്ന് എനിക്ക് എൻ്റെ ഭഗവാനെ കാണാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷവും സമാധാനമാണ് എനിക്ക് എപ്പോഴും ഉള്ളത്. ആദ്യത്തെ പ്രാവശ്യം വരുമ്പോൾ എനിക്ക് വേദയുടെ അത്ര പ്രായം ഉണ്ടായിരുന്നുള്ളൂ. 2 പ്രാവശ്യം ശരിക്കും പറഞ്ഞാൽ ക്യൂവിൽ നിന്നിട്ടാണ് എനിക്ക് എൻ്റെ കണ്ണനെ കാണാൻ പറ്റിയത്. ആദ്യത്തെ പ്രാവശ്യം ക്യൂവിൽ നിന്നപ്പോഴേക്കും നട അടച്ചു, പിന്നെ കാണാൻ പറ്റിയില്ല. 2ാമത്തെ പ്രാവശ്യം ക്യൂവിൽ നിന്ന് ശ്രീകോവിലെത്തിയപ്പോഴേക്കും ഭഗവാൻ എവിടെ ഇരിക്കുന്നു എന്ന് പോലും കാണാതെ കണ്ണനെ കാണാണ്ട് കേട്ടോ തിരിച്ച് ഞാൻ ഇറങ്ങിയത്. അതിനുശേഷം ഞാൻ മുടങ്ങാതെ പോവാറുമുണ്ട്. അതിനുശേഷം എൻ്റെ കണ്ണനെ കൺകുളിർക്കെ ഞാൻ കണ്ടിട്ടുമുണ്ട് കേട്ടോ. ആദ്യത്തെ പ്രാവശ്യം ഞാൻ ഗുരുവായൂർ വന്നു പോയ ശേഷമാണ് ശ്രീ ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞിട്ടുള്ള സീരിയലിൽ ഗുരുവായൂരപ്പൻ്റെ മഞ്ജുളയായിട്ട് എനിക്കൊരു വേഷം ലഭിക്കുന്നതും അതിലൂടെയാണ് ഞാൻ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഫേമസ് ആവുന്നതും. അതപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഗുരുവായൂരപ്പൻ തന്നൊരു ഭാഗ്യമല്ലേ. ഇവിടെ ഒരു മഞ്ജുളാലുണ്ട് കേട്ടോ. ഇവിടെ വന്നാൽ ഇവിടെയും മിസ്സാവാണ്ട് പോവും. കാരണം ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോൾ ഇങ്ങനൊരു ആളുള്ള കാര്യം അറിയത്തേ ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് അറിയുന്നത് ഇവിടെ ഇങ്ങനെ ഒരു മഞ്ജുളാലുണ്ടെന്ന്. ഇതിൻ്റെ ഐതിഹ്യവും കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ ലോങ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം മഞ്ജുളാലിലും വന്ന് ഇങ്ങനെ കുറച്ച് സമയം നിന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ ആയിരിക്കും പോകുന്നത് കേട്ടോ. ഇപ്രാവശ്യവും പതിവ് മുടങ്ങാതെ മഞ്ജുളാലിൽ വന്നു, കുറച്ച് സമയം നിന്നു. കണ്ണൻ്റെ രാധയായിട്ടാണ് എൻ്റെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ആദ്യത്തെ തുടക്കം. അത് കഴിഞ്ഞ് ഗുരുവായൂരപ്പൻ്റെ മഞ്ജുള, പിന്നെ കണ്ണൻ്റെ രുക്മിണിയായിട്ടും അഭിനയിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏതൊക്കെയോ വഴിയിൽ നോക്കിയാൽ കണ്ണൻ്റെ തോഴിയായിട്ട് ഞാൻ എവിടെയൊക്കെയോ എപ്പോഴൊക്കെയോ ഉണ്ടായിരുന്നിട്ടുണ്ടാവാം അല്ലേ. അതുകൊണ്ടല്ലേ ഈ ഒരു ജന്മത്തിൽ എനിക്ക് അഭിനയിക്കാനുള്ള ഭാഗ്യമെങ്കിലും കണ്ണൻ്റെ ഭാര്യയായിട്ടും കണ്ണൻ്റെ കാമുകിയായിട്ടും കണ്ണൻ്റെ മഞ്ജുളായിട്ടും ഒക്കെ അഭിനയിക്കാനൊക്കെ പറ്റിയതല്ലേ. അതാണ് ഭാഗ്യം, മഹാഭാഗ്യം.